ഫ്രണ്ട്സ്, ഈ ഒരു ഇൻവെർട്ടറിന്റെ ഇപ്പോഴത്തെ വില പറയാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും റേറ്റിലേക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പറയണ വിലക്ക് എന്തുകൊണ്ട് എനിക്ക് തന്നില്ല എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഇതൊരു സോളാർ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു പോർട്ടല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈബ്രിഡ് ഇൻവെർട്ടറിലൊക്കെ ഈ ഒരു ഭാഗത്താണ്, അതായത് അതിൻ്റെ ഉള്ളിൽ 12.6 ആംപിയർ അടുത്തോളമാണ് നമുക്ക് ഈ ഒരു സോളാർ പാനലിൽ നിന്ന് വന്നത്. അതുപോലെ നമുക്ക് ബാറ്ററിയിലേക്ക് ഇപ്പോൾ എത്ര ആംപിയറിലാണ് ചാർജ് ചെയ്യാറുള്ളത് നോക്കാം. ഞാനത് എടുത്തിട്ട് ബാറ്ററിയുടെ ഇതിലേക്ക് ഇടുന്നു. നോക്കുകയാണെങ്കിൽ MPPT നമ്മുടെ ആ ഒരു വോൾട്ടേജിനെ ആംപിയറാക്കി മാറ്റിയിട്ട് 29 ആംപിയർ അടുത്ത് ഇവിടെ നമുക്കിപ്പോൾ കറണ്ട് ഉണ്ട്. അതുപോലെ തന്നെ സിസ്റ്റം ഓൺ എന്നാണ് ഇവിടെ വന്നേക്കുന്നത്. അതായത് വീട്ടിൽ മെയിൻസ് ഉണ്ട്. KSEB ഉള്ളപ്പോൾ തന്നെ ഇൻവെർട്ടർ ഇവിടെ തനിയെ ഓൺ ആയിട്ടുണ്ട്. സോളാർ മോഡ് ഓണിലാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ സോളാർ മോഡ് എന്നുള്ള ലൈറ്റ് ഓണാണ്. അതുപോലെ തന്നെ സോളാർ യൂസ്, അതായത് നമ്മളെ വീട്ടിലെ ഇപ്പോൾ ഉപകരണങ്ങളെല്ലാനും സോളാർ ലൈവിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു ബാറ്ററിയുമാണ്, അതുപോലെ തന്നെ അതൊരു ഇൻവെർട്ടറുമാണ്. അതായത് ലിഥിയം ലൈഫ് PO4 ബാറ്ററി ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു PCU, അതായത് ഒരു പവർ കണ്ടീഷൻ യൂണിറ്റ്. നമുക്ക് ഇതേപോലത്തുള്ള സോളാർ പാനലുകളൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ലൈവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററിയിലേക്ക് ചാർജും കയറ്റിയിട്ട് നമ്മളുടെ വീട്ടിലെ കറണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ ഒത്തിരി കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. നമുക്ക് ഇതിനെ കൊണ്ടടന്നിട്ട് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണമെങ്കിൽ വർക്കൊക്കെ ചെയ്യാം. പോർട്ടബിളായിട്ട് കൊണ്ടടക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കറണ്ട് സേവ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ബാറ്ററിയിലാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട, പെട്ടെന്ന് തന്നെ ചാർജ് കയറും, നല്ല ബാക്കപ്പും കിട്ടും. അത്തരത്തിൽ ഒത്തിരി ഗുണങ്ങൾ ഈ ഒരു ബാറ്ററി വിത്ത് ഇൻവെർട്ടറിനുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ എങ്ങനെയാണ് നോക്കാം. ഞാൻ കെഷിൽ ജോയ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനൊരു മോഡലിലാണ് നമ്മളുടെ ബാറ്ററി പ്ലസ് ഇൻവെർട്ടർ വന്നത്. അതായത് ഇതൊരു ബാറ്ററിയുമാണ്, അതുപോലെ തന്നെ ഇതൊരു ഇൻവെർട്ടറുമാണ്. ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ലൈഫ് PO4, അതായത് ലിഥിയം ബാറ്ററി ഇൻബിൽറ്റ് ഉള്ള കാരണം നമുക്കിനകത്ത് ബാറ്ററിയിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ സാധാരണ ബാറ്ററിനേക്കാളും ലൈഫും കൂടുതലാണ്. അതുപോലെ വേറൊരു പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ബാറ്ററിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ചെറിയൊരു ഗ്യാസ് നമുക്ക് ഫോം ചെയ്യും. ഇങ്ങനത്തെ ബാറ്ററിയിലാണെങ്കിൽ അങ്ങനെ ഒരു ഗ്യാസ് ഫോം ചെയ്യില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഫേസ് ന്യൂട്രൽ, ഫേസ് ഔട്ട് എർത്ത് കൊടുക്കാനുള്ളതും, അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്കർ ഉണ്ട്. 1350 വാട്ട് അവറാണ് വന്നത്. ഇതിൻ്റെ മോഡൽ നമ്പറും സീരിയൽ നമ്പറും QR കോഡൊക്കെയാണ് കാണുന്നത്. ഒരു വലിയൊരു കൂളിംഗ് ഫാൻ ഉണ്ട്. അതുപോലെ തന്നെ അന്ന് നമുക്ക് നേരെ ഔട്ട്പുട്ട് AC ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ അതായത് നമ്മൾ MPPT കണക്ഷൻ കൊടുക്കാനുള്ളത് ഒരു ഹെവി പോയിൻ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി MPPT ഡീറ്റെയിൽസ് നോക്കാം. MPPT എന്നത് 4 ലൈൻ ഡിസ്പ്ലേ ഉള്ള നമ്മളുടെ തന്നെ കമ്പനിയുടെ MPPT ആണ്. ഒറ്റ ഡിസ്പ്ലേ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. വാട്ട്സ്, വോൾട്ടേജ്, ആംബിയർ, യൂണിറ്റ്, ടോട്ടൽ യൂണിറ്റ്, അതായത് സോളാറിന് എത്ര പീക്ക് കിട്ടി, അങ്ങനെ സംഭവങ്ങളെല്ലാം കാണിക്കും. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോ ഇതിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ LED ഇൻഡിക്കേറ്റർ ലൈറ്റുകളും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബ്ലൂ കളറിലൊരു ഡിസ്പ്ലേമാണ് നമുക്കിവിടെ ഉള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു MPPT ഓൺ ആക്കാനുള്ള ഓൺ ഓഫ് സ്വിച്ചും, അതുപോലെ തന്നെ റിലേ കൺട്രോളർ സ്വിച്ചുമാണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഷീൽഡ് അയച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ബാറ്ററി പോസിറ്റീവും ബാറ്ററി നെഗറ്റീവും, അതുപോലെ തന്നെ സോളാർ പോസിറ്റീവും സോളാർ നെഗറ്റീവായി കണക്ട് ചെയ്യേണ്ടത്. നമുക്കിത് അയച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടുത്തെ ആ ഒരു ഷീൽഡ് അയച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ബാറ്ററി പോസിറ്റീവ്, അതുപോലെ തന്നെ ബാറ്ററി നെഗറ്റീവ്, സോളാർ നെഗറ്റീവ്, സോളാർ പോസിറ്റീവ്. ഈ ഒരു ഗ്രിഡ് ഇൻ ഗ്രിഡ് ഔട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഈ ഒരു നമ്മളുടെ ഈ ഒരു ഇൻവെർട്ടർ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തോളും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ലൈൻ കൊടുക്കുക. അതായത് ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു കണക്ടറിൽ നിന്ന് ആദ്യം കൊടുക്കണ്ട. ആദ്യം നമുക്ക് ലൈൻ കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെ നിന്ന് ലൈൻ എടുത്തിട്ട് വേണം അതിലേക്ക് കൊടുക്കാനായിട്ട്. അതിനായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു അത്യാവശ്യം കട്ടുള്ളൊരു വയർ തന്നെ നമുക്ക് വേണം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 6 mm നമ്മൾ സോളാറിൽ ഇടുന്ന അതേ DC കേബിൾ തന്നെയാണ് ഞാനിവിടെ എടുത്തേക്കണം. അല്ലാണ്ട് കുറഞ്ഞ വയറുകൾ ഒന്നും നിങ്ങൾ ഇടരുത്.
അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് MPPT-ലേക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു പോസിറ്റീവിൻ്റെ വയറും വേണം, അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവിൻ്റെ വയറും വേണം. ഇത് നെഗറ്റീവിൻ്റെ വയറാണ്. 2 കളറ് വയറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ടും അതുപോലെ തന്നെ ഷോപ്പിലൊന്നും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ 2 കളർ വയർ എടുത്തിട്ട് ആദ്യം നമുക്ക് MPPT-ലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എന്നുള്ള ഒരു ലൈൻ അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ആയിട്ടുണ്ട്, ഒന്ന് വലിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെഗറ്റീവിൻ്റെ വയർ എടുക്കാം. നെഗറ്റീവിൻ്റെ വയർ എടുത്തിട്ടുണ്ട്. നെഗറ്റീവിൻ്റെ വയറും നമുക്ക് നെഗറ്റീവിൻ്റെ ഇത് അയച്ചിട്ട് അതിനകത്തേക്ക് കൊടുക്കാം. നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ലൂസൊന്നും പാടില്ല. അതിനുശേഷം നമ്മൾ ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ, അതായത് ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഇതൊരിക്കലും മാറിപ്പോരുത്. അതുപോലെ തന്നെ ഇതൊരു സോളാർ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു പോർട്ടല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈബ്രിഡ് ഇൻവെർട്ടറിലൊക്കെ ഈ ഒരു ഭാഗത്താണ്, അതായത് അതിൻ്റെ ഉള്ളിൽ MPPT ഉള്ള കാരണം ഈ ഒരു ഭാഗത്താണ് നമ്മൾ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യണത്. ഇത് ബാറ്ററിയുടെ വയറാണ് ഇവിടെ വന്നേക്കുന്നത്, അതായത് ബാറ്ററിയിലേക്ക് കണക്ഷനുള്ളൊരു സംഭവമാണ് ഈ ഒരു കണക്ടർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്തേക്ക് സോളാർ പാനൽ ലൈൻ ഒരിക്കലും നിങ്ങൾ എടുത്ത് കൊടുക്കരുത്. ഇത് നമ്മൾക്ക് MPPT അതായത് MPPT എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ലൈനുകൾ കൊടുക്കാനുള്ള ഒരു ഭാഗമാണത്. അപ്പോൾ ഈ ഒരു പോസിറ്റീവിൻ്റെ വയർ എടുത്തിട്ട് ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊടുത്തിട്ട് അതും നന്നായിട്ട് തന്നെ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇൻവെർട്ടറും MPPT ഒക്കെ വാങ്ങിച്ചിട്ട് ചെറിയൊരു അറിവുള്ളവർക്കൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനുള്ളൂ. പോസിറ്റീവ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ നെഗറ്റീവിൻ്റെ വയറാണത്. നെഗറ്റീവിൻ്റെ വയർ അതുപോലെ തന്നെ ഇത് സ്ക്രൂ ലൂസാക്കിയിട്ട് അതിനകത്തേക്ക് കൊടുക്കാം. നെഗറ്റീവിൻ്റെ വയറും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് MPPT ഓൺ ആക്കിയിട്ട് MPPTയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലത്തെ ഒരു 2 വയർ എടുത്തിട്ട് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വയർ കണക്ട് ചെയ്തിട്ട് MPPTയുടെ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റിലേയുടെ സ്വിച്ചൊന്നും കണക്ഷനൊന്നും നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ MPPT ഡിസ്പ്ലേയിൽ വന്ന ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഓക്കെ, ബാറ്ററി വോൾട്ടേജ് 12.7 വോൾട്ടേജ്. അതുപോലെ നമ്മൾ സോളാർ കണക്ട് ചെയ്തിട്ടില്ല, എന്നാലേ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഇത് കണക്ട് ചെയ്തപ്പോൾ നമ്മളുടെ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഉള്ളിലെ ബാറ്ററി ആയിട്ട് നമ്മൾ MPPT ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സോളാർ പാനൽ ലൈനാണ് കൊടുക്കാനുള്ളത്. അടുത്തത് ഞാൻ സോളാറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കട്ടിയുള്ള വയർ 6 സ്ക്വയർ വയർ 10 സ്ക്വയർ വയറൊക്കെയാണ് നമ്മൾ ഇടേണ്ടത്. ഒരു 1500 വാട്ട്സ് പാനലൊക്കെ വരെ 1600 വാട്ട്സ് 6 സ്ക്വയർ വയർ തന്നെ സോളാർ പാനലിൽ നിന്ന് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുക. ചെറിയ വയറൊന്നും ഇടരുത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇതിൻ്റെ സോളാർ പാനലിൻ്റെ പോസിറ്റീവിൻ്റെ ലൈൻ കൊടുക്കാം. അങ്ങനെ ഒന്നുമില്ല, ഏത് വയർ വേണമെങ്കിലും കൊടുക്കാം, പോസിറ്റീവോ നെഗറ്റീവോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പോസിറ്റീവിൻ്റെ വയർ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവിൻ്റെ വയറും ഇതിനകത്ത് തന്നെ കൊടുക്കാം. നമുക്ക് MPPTയിൽ വന്ന ഡീറ്റെയിൽസ് നോക്കാം. ഇതൊന്നും ലൂസൊന്നും പാടില്ല, ഇത് നന്നായിട്ട് തന്നെ ശരിക്കും അത് ടൈറ്റ് ചെയ്താണ് കൊടുക്കാം. നമ്മുടെ MPPTന്ന് നമുക്ക് കണക്ട് ചെയ്തേക്കണ സോളാറിൽ നിന്ന് വന്ന നമുക്ക് വോൾട്ടേജ് നോക്കാം. 12.6 ആംപിയർ അടുത്തോളമാണ് നമുക്ക് ഈ ഒരു സോളാർ പാനലിൽ നിന്ന് വന്നത്. അതുപോലെ നമുക്ക് ബാറ്ററിയിലേക്ക് ഇപ്പോൾ എത്ര ആംപിയറിലാണ് ചാർജ് കയറണമെന്ന് നോക്കാം. ഞാനത് എടുത്തിട്ട് ബാറ്ററിയുടെ ഇതിലേക്ക് ഇടുന്നു. നോക്കുകയാണെങ്കിൽ MPPT നമ്മുടെ ആ ഒരു വോൾട്ടേജിനെ ആംപിയറാക്കി മാറ്റിയിട്ട് 29 ആംപിയർ അടുത്തിൽ 29 ആംപിയർ അടുത്തോളം നമുക്കിപ്പോൾ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നുണ്ട്. ഇനി ഇതേപോലത്തുള്ള MPPTകളൊക്കെ നിങ്ങൾ പഴയത് ഉപയോഗിക്കണമെങ്കിൽ, പഴയ ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു MPPT ലിഥിയത്തിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും.
അതിനായിട്ട് ഇതേപോലത്തെ ഒരു സെറ്റിങ്സ് പ്രോബ് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. അതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ട്, അതായത് ഈ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സിൽ കയറിയിട്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ട് അതിൻ്റെ വോൾട്ടേജും അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലത്തെ ആ ഒരു ഇൻവെർട്ടറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പം ഞാനിവിടെ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ, അതായത് ഫേസ് ഇന്ന്, ന്യൂട്രലി, ഫേസ് ഔട്ട്, എർത്ത്, ഇത്രയും കണക്ഷനുകൾ ഞാനിവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയിൽ വന്ന ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആണ്. ഈ UPS മോഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു UPS മോഡ് എന്ന് പറഞ്ഞൊരു LED ഇവിടെ ലൈറ്റ് ഇവിടെ കത്തും. നമുക്ക് ഇൻവെർട്ടർ മോഡിൽ ഇട്ടാലും മതി. അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് സോളാർ മോഡിൽ ഇടണം. നമ്മളെ വീട്ടിൽ സോളാർ ഉപയോഗിക്കണില്ല, നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ വെച്ചിട്ട് സാധാരണ ഒരു ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ സ്വിച്ച് ഓഫ് പൊസിഷനിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ വന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കാണിച്ചാൽ, ഇപ്പോൾ മെയിൻസ് ഉണ്ട്. നമ്മളിപ്പോൾ KSC ഇവിടെ ഇതിട്ട് സാധാരണ രീതിയിൽ അയക്കാൻ ഞാൻ കണ്ട ഇവിടെ ഒരു ചാർജർ ഓൺ എന്നാണ് ഇവിടെ ലൈറ്റ് കത്തും. കത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചാർജ് ചെയ്യുന്നത് KSCB എന്നായിരിക്കുള്ളൂ. നമ്മൾ ഇവിടെ MPPT കണക്ട് ചെയ്തേക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു സ്വിച്ച് ഓണിലാകേണ്ടത്. ഓൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തിയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോളാർ മോഡ് ഓണായി. ഇപ്പോൾ മെയിൻസ് ഉണ്ട്, എന്നാലും ചാർജ് കയറണത് നമ്മളുടെ ഈ ഒരു സോളാർ വെച്ചേക്കണ ഇതുവഴിയാണ് ഈ ഒരു ഇതിലേക്ക് ചാർജ് കയറുന്നത് ഇൻവെർട്ടറിലേക്ക്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓൺ എന്നുള്ള ലൈറ്റ് കത്തുകയും ചെയ്യും. അതുപോലെ തന്നെ സോളാർ യൂസ് എന്ന് പറഞ്ഞ ലൈറ്റ് ഇവിടെ തെളിയുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ളൊരു പുതിയ ബാറ്ററി ആയതുകൊണ്ടാണ് നമുക്കിത് കുറച്ച് നേരം ഒന്ന് ചാർജിങ്ങിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ ഈ ഒരു ഇൻവെർട്ടർ ഇപ്പോൾ നമുക്ക് ലൈവ് യൂസിലേക്ക് ഓൺ ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു അറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ നോക്കിയാൽ കറണ്ട് ഉണ്ട്. അതുപോലെ തന്നെ സിസ്റ്റം ഓൺ എന്നാണ് ഇവിടെ വന്നേക്കുന്നത്. അതായത് വീട്ടിൽ മെയിൻസ് ഉണ്ട്. KSCB ഉള്ളപ്പോൾ തന്നെ ഇൻവെർട്ടർ ഇവിടെ തനിയെ ഓൺ ആയിട്ടുണ്ട്. സോളാർ മോഡ് ഓണിലാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ സോളാർ മോഡ് എന്നുള്ള ലൈറ്റ് ഓണാണ്. അതുപോലെ തന്നെ സോളാർ യൂസ്, അതായത് നമ്മളെ വീട്ടിലെ ഇപ്പോൾ ഉപകരണങ്ങളെല്ലാനും സോളാർ ലൈവിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സോളാറിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ട് ആണ് നമ്മളെ വീട്ടിലെ ഉപകരണങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഇപ്പോഴത്തെ വില പറയാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും റേറ്റിലേക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പറയണ വിലക്ക് എന്തുകൊണ്ട് എനിക്ക് തന്നില്ല എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് വീഡിയോയിൽ ഒന്നിൻ്റെ വില പറയാതെ. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് പ്രൈസ് എത്രയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എത്രയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ MPPT സംഭവങ്ങൾ, ഇൻവെർട്ടർ, DC കേബിൾ, എൻഡ് ലാമ്പ്, അതുപോലത്തെ സാധനങ്ങൾ വേണ്ടവർക്കൊക്കെ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു വോയിസ് ഇടുക. ചില സമയത്ത് വല്ല കോളിലൊക്കെ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ, ചിലപ്പോൾ തിരക്കിലൊക്കെ കാരണം ചിലപ്പോൾ ചില കോൾ എടുക്കാൻ സാധിക്കില്ല. എന്നാലും മാക്സിമം കോളുകളൊക്കെ എടുക്കാണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വാട്സാപ്പിൽ ഒരു വോയിസ് വിടുന്നതാണ്. അതുപോലെ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.